നമ്മൾ വീണ്ടും ഡൽഹിയിലേക്ക് പോകുകയാണ്. 2018 യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധന ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഈ കേസ് പരിഗണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. 67ഓളം ഹർജികളാണ് പ്രാഥമിക പരിഗണനയ്ക്കായി ഇന്ന് എടുക്കുന്നത്. ഹർജികളിൽ വാദം കേൾക്കേണ്ട സമയം 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നതടക്കമുള്ള വിഷയങ്ങളും ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ തീരുമാനത്തിലേക്ക് എത്തുന്നു. എസ് ശ്രീകാന്ത് സുപ്രീം കോടതിയിൽ നിന്നും ചേരുകയാണ്. ശ്രീകാന്ത്, ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഈ ബെഞ്ച് ഈ കേസ് പരിഗണിക്കാനായി ചേംബറിലേക്ക് എത്തിയോ? എന്താണ് കോടതിയിൽ സംഭവിക്കുന്നത്? ഗൗതം, നിലവിലിപ്പോൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് അല്പസമയത്തിനകം ഈ കേസ് പരിഗണനയ്ക്കെടുക്കും. നിലവിൽ തുഷാർ മേത്ത, സോളിസിറ്റർ ജനറൽ, ഈ കോടതി മുറിയിലേക്ക് എത്തിക്കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത ഇപ്പോൾ കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഗോപാൽ സുബ്രഹ്മണ്യം, മുതിർന്ന അഭിഭാഷകൻ, കോടതി മുറിയിൽ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. അതായത് ഈ കേസ് കോടതി പരിഗണനയ്ക്ക് എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 67 ഹർജികളാണ് പ്രധാനമായും ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുന്നത്. പുനഃപരിശോധനാ ഹർജികളാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് 60-ലധികം ഹർജികളും ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ദാവൂദി ബോറ വിഭാഗവുമായി ബന്ധപ്പെട്ടും പാഴ്സി വിഭാഗവുമായി ബന്ധപ്പെട്ടും മുസ്ലിം സ്ത്രീകളുടെ മസ്ജിദ് പ്രവേശനവുമായി ബന്ധപ്പെട്ടുമുള്ള ഹർജികൾ ഒപ്പം തന്നെ ഇതിനോടൊപ്പം പരിഗണിക്കുന്നുണ്ട്. ഇന്ന് ഈ കേസിന്റെ മെറിറ്റിലേക്ക് കോടതി പോകുന്നതിനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ രൂപീകരണം, അതോടൊപ്പം ഈ കേസ് എന്നു മുതൽ കേട്ടു തുടങ്ങും എന്നതടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും കോടതി ഇന്ന് തീരുമാനമെടുക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ 7 വിഷയങ്ങൾ ഈ കോടതിയുടെ പരിഗണനയിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. 1965 കേരള പൊതു ആരാധനാ സ്ഥല പ്രവേശനാനുമതി ചട്ടങ്ങൾ ശബരിമല ക്ഷേത്രത്തിനും ബാധകമാണോ എന്ന വിഷയം ഈ വിശാല ബെഞ്ച് പരിഗണിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ഏറ്റവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം, അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയോടെ കാണുന്നത്. കോടതി അത് പരിഗണനയ്ക്ക് കൊണ്ടുവരുമ്പോഴാണ്. ഇതിലെ ബന്ധപ്പെട്ട കക്ഷികൾക്ക് എല്ലാവർക്കും തന്നെ ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിനോ അവരുടെ നിലപാട് എഴുതി നൽകുന്നതിനോ ഉള്ള അവസരവും ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഇന്ന് ഈ 3-അംഗ ബെഞ്ച്, ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള 3-അംഗ ബെഞ്ച് ഈ വിശാല ബെഞ്ചിന്റെ രൂപീകരണം സംബന്ധിച്ച് തീരുമാനമെടുക്കും. ഓക്കെ ശ്രീകാന്ത്, ഒപ്പം ഈ സംസ്ഥാന സർക്കാർ എടുക്കുന്ന നിലപാട് നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ, കാരണം 2018 യുവതീ പ്രവേശനത്തിന് വഴിവെക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ കോടതിയിൽ സ്വീകരിച്ചത് ഈ സർക്കാരാണ്. കാരണം ഇപ്പോൾ പലപ്പോഴും CPM-ന്റെ നേതാക്കളായിക്കോട്ടെ സർക്കാർ വൃത്തങ്ങളായിക്കോട്ടെ പറയുന്നൊരു കാര്യം, കോടതി പറഞ്ഞു അത് ഞങ്ങൾ കേട്ടു എന്നേ ഉള്ളൂ എന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. കാരണം 2018 ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ അന്ന് സർക്കാരിന് വേണ്ടി കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ കൃത്യമായി പറഞ്ഞത് ശബരിമലയിലെ ആചാരങ്ങളിൽ മാറ്റം വരുത്തണം, അത് കാലപ്പഴക്കം ചെന്നതാണ്, അല്ലെങ്കിൽ സ്ത്രീ